ഒടുവിൽ UDF രാജ്യസഭാ സീറ്റ് മാണിക്ക് ധാരണ കേരള കോൺഗ്രസ് UDFിലേക്ക് വരുന്നതിന്റെ ഭാഗമായി KM മാണിയെ അനുനയിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിച്ചപ്പോഴുള്ള ധാരണയെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തീരുമാനം രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, പല ചോദ്യങ്ങൾക്കും സന്തോഷ് സർലിംഗിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. വളരെ ബോധപൂർവം രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു, പ്രകോപിതനാകുന്നുണ്ടായിരുന്നു. എന്താണ് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുമ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ആനന്ദ്, രമേശ് ചെന്നിത്തല, MM ഹസൻ, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, ജോസ് കെ മാണി തുടങ്ങിയവർ സംയുക്തമായാണ് വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നു എന്ന കാര്യം പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നതാണ് ശ്രദ്ധേയം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നു. 4 വർഷം കഴിഞ്ഞ് ഈ സീറ്റടക്കം 2 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന ന്യായീകരണമാണ് നേതാക്കൾ ഉയർത്തുന്നത്. പക്ഷേ ഇതേ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളോട് വലിയ കാര്യമായുള്ള പ്രതികരണം ഒന്നും നേതാക്കൾ നടത്തിയില്ല. വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് മുൻ പ്രസിഡന്റ് VM സുധീരൻ അടക്കം ഉയർത്തിയ ചോദ്യങ്ങളോട് പോലും പ്രതികരിക്കാൻ നേതാക്കൾ നിന്നില്ല. പ്രധാനമായും 43 വർഷക്കാലം UDFിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന വാദം നേതാക്കൾ ഉയർത്തുന്നു. ഇടക്കാലത്ത് ചെറിയ തർക്കങ്ങളെ തുടർന്ന് വിട്ടുനിന്നെങ്കിൽ പോലും UPയുടെ ഭാഗമായി തന്നെ കേരള കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു. UDFിനെ 3 തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണയ്ക്കുകയും ചെയ്തു. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലെ പിന്തുണ UDF പ്രവേശനമായി കണ്ടു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിനെ തുടർന്ന് തുടർ ചർച്ചകൾ നടത്തി. ഈ ചർച്ചകൾക്കെല്ലാം മധ്യസ്ഥം വഹിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ UDF ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടുള്ള തുടർ ചർച്ചകളുടെ ഭാഗമായാണ് ഡൽഹിയിലേക്ക് മാറിയത്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പോലും കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യവും രാജ്യസഭാ സീറ്റ് അവർക്ക് നൽകുന്ന കാര്യവും രാഹുൽ ഗാന്ധി അറിയിച്ചു. തുടർന്ന് ഇതിന് അനുവാദം വാങ്ങി. അതിനുശേഷമാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ എന്തായാലും വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. നിലവിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിന് 2 പേർ മാത്രമാണ്, AK വയലാർ രവിയും പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന് വിട്ടു നൽകിയിരിക്കുന്നത്. അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയ തീരുമാനത്തോട് അങ്ങനെ കാര്യമായി പോലും പ്രതികരിക്കാതെ 43 വർഷത്തെ UDF ചരിത്രവും ചൂണ്ടിക്കാട്ടി ഒരു പ്രത്യേക സാഹചര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ. ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു പ്രതിരോധം നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന്, വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നുപോലും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല. ആനന്ദ്, മുസ്ലിം ലീഗിന്റെ യാതൊരു വിധ ഇടപെടലുകളും ഇതിനകത്തുണ്ടായിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടിയെ സേഫ് സോണിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുകൂടിയാണ് രമേശ് ചെന്നിത്തല ബോധപൂർവമായി ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ കൃത്യമായി തന്നെ ഇതിനകത്ത് സമ്മർദ്ദം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായും, കാരണം അത് ആവർത്തിച്ച് നേതാക്കൾക്ക് പറയേണ്ടി വന്നത് അങ്ങനെയാണ്. അതായത് ലീഗിന്റെ സമ്മർദ്ദമോ ഏതെങ്കിലും തരത്തിലുള്ള വിലപേശലോ ഇതില്ല എന്ന് രമേശ് ചെന്നിത്തല പറയേണ്ടി വന്നത് ഇതിന് പിന്നിലെ കളികൾ കൂടിയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ഇതിലെടുത്ത പ്രത്യേക താല്പര്യം ഈ 6-ാം തീയതി UDF ഈ നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഹസനും ഉമ്മൻചാണ്ടിയും ഡൽഹിയിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും രാജ്യസഭാ സീറ്റ് KM മാണിക്ക് നൽകണം എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ ഒരിടത്തും കണ്ടില്ല. എന്നാൽ അന്നാണ് ഇവർ ഡൽഹിക്ക് എത്തുന്ന അന്നാണ് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എടുത്തിടുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണ് ഈ സീറ്റ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി ആദ്യം പറഞ്ഞെങ്കിൽ പോലും അതൊരു മുന്നണിയിലേക്ക് ഒരു പാർട്ടിയെ ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായുള്ളൊരു പ്രതികരണമായിട്ടാണ് ആദ്യം കണ്ടത്. എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ ഡൽഹിയിലെത്തിയ കുഞ്ഞാലിക്കുട്ടി ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി ജോസ് കെ മാണിയെ കേരള ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുകയും ഇന്നുച്ചതോടുകൂടി അത് കൺഫേം ചെയ്യുകയും ചെയ്തു. കാരണം രാവിലെ വരെ ഏതെങ്കിലും തരത്തിൽ സീറ്റ് കേരള കോൺഗ്രസിന് നൽകും എന്നൊരു സൂചന ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ വല്ല അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് തങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് ജോസ് കെ മാണി തന്നെ പറയുകയും ചെയ്തു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുര്യൻ തന്നെ ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. ഏത് പാർട്ടിക്ക് നൽകിയാലും അത് ഏത് പാർട്ടിക്ക് നൽകരുത്, ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് തന്നെ ലഭിക്കണം, യുവ നേതാക്കൾക്കാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം 8 പേരുടെ പേരടക്കം മുന്നോട്ട് വെച്ചു. അതൊക്കെ ഈ 3 നേതാക്കളും കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സീറ്റ് മാണിക്ക് നൽകും എന്നത് കണ്ടതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ മാണി ലീഗിൻ്റെ സമ്മർദ്ദമില്ല, യാതൊരു വിലപേശലുമില്ല എന്ന് പറയേണ്ടി വരുന്നത് പോലും ഇത്തരം പിന്നിൽ നിന്ന് ലീഗ് അടക്കമുള്ളവർ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമാണ്. എല്ലാ തരത്തിലും, അതായത് KM മാണിയെ UDFിലേക്ക് കൊണ്ടുവരിക എന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനമായിരുന്നു. അതിലേക്ക് മറ്റ് നേതാക്കളെ വലിച്ചഴിച്ചു. അങ്ങനെ കോൺഗ്രസിൻ്റെ കൈവശമുള്ള ഒരു സീറ്റ് പോലും KM മാണിക്ക് നൽകിക്കൊണ്ടാണ് അത് കുഞ്ഞാലിക്കുട്ടി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സന്തോഷ് സർലിംഗ്, അതുപോലെ തന്നെ നാളെ
കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗം തിരുവനന്തപുരത്ത് ചേരാനിരിക്കുകയാണ് എന്ന് ജോസ് കെ മാണി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള രൂക്ഷമായ ചേരിതിരിവാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പോഷക സംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെന്ന് പറയുന്നു. VM സുധീരന്റെ പ്രസ്താവനയോട് ഒരു തരത്തിലും പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടുമില്ല. ആ നിലയിൽ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമെങ്കിലും ഈ നേതാക്കൾ ആരെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ കേരളത്തിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആനന്ദ്, ഇതുവരെ നേതാക്കളൊന്നും ഈ വാർത്താസമ്മേളനം കഴിഞ്ഞതിന് ശേഷം പോലും പ്രതികരിച്ചില്ല. അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെയാണ്, ഈ നേതാക്കളെ അല്ലെങ്കിൽ എപ്പോഴും കോൺഗ്രസിനുള്ളിൽ അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ മാത്രമായി ഇതിനെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെറുതായി കാണാനാണ് നേതാക്കൾക്ക് താല്പര്യം പോലും. പ്രധാനപ്പെട്ട കാര്യം, നാളെ മാത്രമേ കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുള്ളൂ. നാളെ 11 മണിക്ക് UDF നേതൃയോഗം ചേർന്നതിന് ശേഷം മാത്രമേ കേരള കോൺഗ്രസിനെ ഔദ്യോഗികമായി UDFിലേക്ക് എത്തിയ കാര്യം പ്രഖ്യാപിക്കുകയുള്ളൂ. ഈ UDFിൻ്റെ തന്നെ ഈ ക്ഷണം സ്വീകരിക്കണോ വേണ്ടിയോ എന്നതുപോലും കേരള കോൺഗ്രസ് നാളെ രാവിലെ ചേരുന്ന യോഗത്തിലെ തീരുമാനം. പക്ഷേ അതിനു മുമ്പ് തന്നെ രാജ്യസഭാ സീറ്റ് നൽകിയിരിക്കുന്നു. ജോസ് കെ മാണിയോട് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ പോലും UDFിൽ ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തോട് കൃത്യമായി ജോസ് കെ മാണി പ്രതികരിച്ചില്ല. അക്കാര്യത്തിൽ കേരള കോൺഗ്രസ് തീരുമാനമെടുക്കും എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ഇപ്പോൾ പോലും UDFിലല്ല, പക്ഷേ അതിനു മുമ്പ് തന്നെ ആ സീറ്റ്, രാജ്യസഭാ സീറ്റ് നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളോട് വാർത്താസമ്മേളനത്തിനിടയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് തന്നെ അതൊരു ജനറലൈസ് ചെയ്യും മാത്രം. അതായത് എപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്, മുൻ അധ്യക്ഷൻ അടക്കമുള്ള ഉയർത്തിയത് അത്തരം വിമർശനമായി മാത്രം കാണുകയാണ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല. നേതൃത്വത്തിന് കനത്ത വീഴ്ചയെന്ന് സുധീരൻ. ആത്മഹത്യാപരം കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും സുധീരൻ. ഇതിന്റെ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ നൽകും. ജീവൻ, നമുക്കറിയാം വലിയ അർത്ഥത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ കടുത്ത പ്രതിഷേധം പരസ്യമായി പറയാൻ തയ്യാറായിരിക്കുന്നു. സുധീരൻ പറയുന്നത് ആത്മഹത്യാപരമെന്നാണ്, കോൺഗ്രസിന് വരും കാലത്ത് വലിയ വില നൽകേണ്ടി വരുമെന്ന് കൂടി പറയുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് തൊട്ടുമുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കടന്നുപോയത്. എന്താണ് ഇപ്പോൾ ഈ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ? ജീവൻ, ഒരുപക്ഷെ ഒരു രാജ്യസഭാ സീറ്റ് കൊടോത്ത് ഗോവിന്ദൻ നായരുടെ 2003 പ്രമാദമായ രാജ്യസഭാ സീറ്റ് തർക്കത്തിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ച ഒരു രാജ്യസഭാ സീറ്റ് വിഭജനമായി ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് നടന്ന ദില്ലിയിലെ KM മാണിയുടെ UDF പ്രവേശനവും ഒപ്പം അതേ തുടർന്നുണ്ടായിരിക്കുന്ന പുതിയ വിവാദങ്ങളും എന്നതാണ് VM സുധീരൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ VM സുധീരൻ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, ഈ തീരുമാനമെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് VM സുധീരൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപക്ഷെ സമീപകാലത്ത് VM സുധീരൻ നടത്തിയ ഏറ്റവും മൂർച്ചയേറിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വായിക്കാം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന ആത്മഹത്യാപരമായ നിലപാടാണ്, നേതൃത്വത്തിന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ VM സുധീരൻ പറഞ്ഞിരിക്കുന്നു. സമാനമായ അഭിപ്രായ പ്രകടനം നിരവധി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പങ്കുവച്ചിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറുകൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ മറ്റൊരു MLA കൂടിയായ KS ശബരിനാഥനും സമാനമായ പരാമർശം നടത്തി. കോൺഗ്രസ് തന്നെയാണ് ഈ സീറ്റ് അർഹതപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. VM സുധീരൻ അല്പം കൂടി കടത്തി, സാധാരണഗതിയിൽ മുന്നണികൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകളിലൂടെ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമൊക്കെ ചെലുത്തി സീറ്റുകൾ കൈവശപ്പെടുത്താറുണ്ട്. പക്ഷേ അത് അവർ ഉന്നയിക്കുന്ന താൽക്കാലികമായ അവകാശവാദങ്ങൾ മാത്രമാണ്, അതിനപ്പുറം അതിനാരും ചെവി കൊടുക്കാറില്ല. ഇവിടെ കോൺഗ്രസിന്റെ ഒരു അസ്തിത്വം തന്നെ ഇത്തരത്തിൽ പണയപ്പെടുത്തിക്കൊണ്ട്, ആത്മഹത്യാപരമായ ഒരു നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഒരു തരത്തിലും കോൺഗ്രസിന് ഗുണകരമല്ല. അത് ആത്മഹത്യാപരമാണ്. അത് എന്തായാലും അത് ഒരു തരത്തിലും ഗുണപ്പെടുന്ന ഒരു തീരുമാനമല്ല എന്ന് അദ്ദേഹം കൃത്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് അവകാശപ്പെട്ട ഈ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നായിരുന്നു തൻ്റെ പ്രതീക്ഷ. പക്ഷേ അതിൽ മറ്റാർക്കും ഒരു അവകാശം ഇല്ല. അവകാശവാദം ആർക്കും ഉന്നയിക്കാം. കോൺഗ്രസിൻ്റെ എല്ലാ അവകാശങ്ങളെയും അർഹതയെയും സറണ്ടർ ചെയ്തുകൊണ്ടെടുത്തിരിക്കുന്ന തീരുമാനം എന്നതാണ് VM സുധീരൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് യാതൊരു ന്യായീകരണമില്ല. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന ഈ നിലപാട് കോൺഗ്രസിനെ ദുർബലമാക്കും. മുന്നണി, ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്, മുന്നണി ശക്തിപ്പെടുന്നത് കോൺഗ്രസ് ശക്തിപ്പെടുമ്പോൾ ാണ്. അപ്രതീക്ഷിതവും അവിശ്വസനീയമായ ഈ നീക്കം കോൺഗ്രസിനെ തകർക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയത്. കനത്ത വില വരും ദിവസങ്ങളിൽ നൽകേണ്ടി വരും എന്ന് അദ്ദേഹം കൃത്യമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു.
ആനന്ദ്. അതുപോലെ തന്നെ ജീവൻ, നമുക്കറിയാം തൊട്ടു മുൻപ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യങ്ങൾക്കും അല്ലാതെ തന്നെ ഇങ്ങോട്ട് മറുപടി പറയുന്ന നിലയിലേക്ക് മുസ്ലിം ലീഗിന് ഇതിൽ ഒരു പങ്കുമില്ല, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ തന്ത്രപരമായ ഒരു സമ്മർദ്ദവും ഇതിനുള്ളിൽ വന്നിട്ടില്ല എന്ന് ഒരു ചോദ്യത്തിന് പോലും മറുപടി അല്ലാതെ പ്രതികരിക്കുകയുണ്ടായി. VM സുധീരൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന വരും കാലത്ത് കോൺഗ്രസ് കൊടുക്കേണ്ടി വരുന്ന വലിയ വില അത് എന്തായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ നിഗമനത്തിലെത്തേണ്ടത് ജീവൻ? ആനന്ദ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നിലപാട് എന്ന് പറയുന്നതിനൊപ്പം ലീഗിനെതിരെ വളരെ കൃത്യമായ ഭാഷയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തിരിക്കുന്നു. ലീഗ് രാഷ്ട്രീയത്തിലെ അടവുകൾ പയറ്റുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയിൽ നിന്നും പറയാതെ രമേശ് ചെന്നിത്തല പറഞ്ഞതും ഒപ്പം VM സുധീരൻ കുറച്ചുകൂടെ കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു, ലീഗ് രാഷ്ട്രീയത്തിലെ അടവുകൾ പയറ്റുകയാണ് എന്നത്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം KM മാണിയും ലീഗും കൂടി ഉൾപ്പെട്ട ഒരു ബെൽറ്റാണ് എല്ലാ കാലത്തും UDF-നുള്ളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി നിലകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനെതിരെ കൃത്യമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന KM മാണി UDF-ലേക്ക് മടങ്ങി വരുമ്പോൾ ലീഗിന് അത് അല്പം കൂടി വിലപേശൽ ശക്തി കൂട്ടും. കാരണം PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ലൈസൺ വർക്കാണ് ഈ കാര്യത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു. ലീഗിന്റെ ഒരു ലൈസൺ വർക്കിലൂടെ KM മാണിയെ തിരികെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് അവിടെ നോക്കുകുത്തിയാവുന്നു. അത് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ലീഗിന് അല്പം കൂടെ കരുത്താർജിക്കുന്ന ഒരു നിലപാട് UDF-നുള്ളിൽ, പ്രത്യേകിച്ച് നാളെ ഒരു ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷം KM മാണി കൂടി പങ്കെടുത്തുകൊണ്ടുള്ള UDF ഉന്നതാധികാര സമിതി നാളെ ചേരുമ്പോൾ അത് വരും ദിവസങ്ങളിൽ ഒരു വിലപേശൽ ശക്തിയായി മാറിക്കൂടാൻ സാധ്യതയില്ലാത്ത അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം VM സുധീരൻ പറഞ്ഞിരിക്കുന്നത് ലീഗ് രാഷ്ട്രീയത്തിലെ അടവ് നയം പയറ്റുകയാണ് എന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ MM ഹസനോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്നതും ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആനന്ദ്, വ്യക്തമാണ് ജീവൻ നൽകിയ വിവരങ്ങൾ കൃത്യമാണ്. ആത്മഹത്യാപരമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനമെന്ന VM സുധീരൻ അതിശക്തമായ ഭാഷയിൽ തന്നെ കോൺഗ്രസിന്റെ തീരുമാനത്തിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ UDF-ന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും നേതൃയോഗങ്ങൾ നാളെ ചേരാനിരിക്കെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് KM മാണി രംഗത്തെത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ KG ദിനകർ നൽകും. മാണി ഏത് നിലയിലാണ് പ്രതികരിച്ചത്? ദിനകർ. അനന്ത് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് KM മാണിയുടെ ആദ്യ പ്രതികരണം. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്ക് നന്ദി അറിയിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതിനർത്ഥം PK കുഞ്ഞാലിക്കുട്ടിയുടെ കടുത്ത സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ നേരത്തെ UDF നേതൃത്വം ചുമതല ഏൽപ്പിച്ചിരുന്നു. KM മാണിയെ UDF മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 മാസമായി PK കുഞ്ഞാലിക്കുട്ടി KM മാണിയുമായി ചർച്ച നടത്തി വന്നിരുന്നു. ഇതിന്റെ ഫലമാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ KM മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF-ന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. അത് UDF-ലേക്കുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു മടങ്ങിവരവിന്റെ തുടക്കമായിരുന്നു. എന്തായാലും ഇന്ന് കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് നൽകിയതിലൂടെ KM മാണിയുടെ UDF-ലേക്കുള്ള മടങ്ങിവരവ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി കേവലം സാങ്കേതികത്വം മാത്രമാണ് നിലനിൽക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മടങ്ങിവരവ് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ അണികൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭരണം പോലും പോകുന്ന സാഹചര്യം ഉടലെടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ പല പ്രദേശങ്ങളിലും കടുത്ത പോരാട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണ്. നാളെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. അതിൽ UDF-ലേക്കുള്ള മടക്കം സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകും. 11 മണിയോടുകൂടി UDF നേതൃയോഗവും വരുന്നുണ്ട്. ഈ യോഗത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF-ലേക്ക് മുന്നണിയിലേക്ക് എടുത്തതായി തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ 2 വർഷത്തോളം പുറത്തു നിന്നുവെങ്കിലും ഇപ്പോൾ തിരികെ UDF-ലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതിലൂടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും സമ്മർദ്ദത്തിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയിരിക്കുന്നു എന്നുകൂടി നമുക്ക് വരും. കാരണം സാധാരണഗതിയിൽ 2 സീറ്റുകൾ ഒഴിവരുമ്പോൾ മാത്രമാണ് 1 ഘടകകക്ഷികൾ നൽകുന്ന സമീപനം സ്വീകരിക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു സീറ്റ് ഉള്ളപ്പോൾ ഒരു സീറ്റ് വിജയിക്കാൻ കഴിയുന്ന പശ്ചാത്തലത്തിൽ കൂടി ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി നൽകുമ്പോൾ അത് കടുത്ത സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്.
അതോടൊപ്പം മാണി ഗ്രൂപ്പിനെ ഒപ്പം നിർത്തുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്, അല്ലെങ്കിൽ സമന്വയത്തിന്റെ ഭാഗം കൂടിയാണ് അത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ UDF നേതൃത്വത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് UDF നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. വലിയ തിരിച്ചടിയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ മാണിയെ കൂടെ നിർത്തുക എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അത് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനപ്പുറം കോൺഗ്രസ് അണികൾക്കുള്ളിൽ, അതോടൊപ്പം തന്നെ രണ്ടാന്തര നേതാക്കൾക്കിടയിൽ ശക്തമായ അമർഷം, എതിർപ്പ് ഇതിനെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വ്യക്തം. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന സ്ഥിതിവിശേഷമാണുള്ളതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ യുവ നേതാക്കളായിട്ടുള്ള ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആനന്ദ്. ശരി, KG ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭാ സീറ്റിന് നന്ദി അറിയിച്ചുകൊണ്ട് KM മാണി രംഗത്തെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കാണ് നന്ദി KM മാണി ഈ അവസരത്തിൽ അറിയിച്ചത്. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. രാജ്യസഭാ സീറ്റിൽ മാണിക്ക് പിന്തുണയുമായി K മുരളീധരൻ. മുന്നണി ശക്തിപ്പെടുത്തലാണ് ലക്ഷ്യമെന്ന് K മുരളീധരൻ. ഹൈക്കമാൻഡ് തീരുമാനം നടപ്പാക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഇല്ല, അങ്ങനെ യാതൊരു തീരുമാനം എടുത്തില്ല, ചർച്ച നടക്കുന്നേ ഉള്ളൂ. അവർ റിക്വസ്റ്റ് ചെയ്യേണ്ടത് സ്വാഭാവികമാണ്. കാരണം 2 സീറ്റ് UDF-ൻ്റെ ഒഴിയുന്നതിൽ ഒന്ന് അവരുടെയാണ്. ആ നിലയ്ക്ക് അവർക്ക് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നതിൻ്റെ പ്രയാസം കോൺഗ്രസിൻ്റെ നേതൃത്വം അവരെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡ് സംസാരിച്ച് തീരുമാനമെടുക്കും. രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് തന്നെ വേണമെന്ന് KS ശബരിനാഥൻ MLA. കോൺഗ്രസ് രാജ്യസഭയിൽ പോകേണ്ടത് അനിവാര്യമാണെന്നും ശബരിനാഥ് പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസിൻ്റെ നാവായി പ്രവർത്തിക്കുന്ന ഒരാൾ രാജ്യസഭയിൽ പോകേണ്ട മറ്റേത് കാലത്തെക്കാളും ആവശ്യമുള്ള കാലമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ. അതുകൊണ്ടൊരു കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ആരുമാവട്ടെ, X or Y, അത് രാഷ്ട്രീയ പ്രാപ്തിയുള്ള, പ്രവർത്തന പരിചയമുള്ള, എല്ലാവർക്കും സമ്മതനായിട്ടുള്ള അല്ലെങ്കിൽ സമ്മതയായിട്ടുള്ള ഒരാൾ വേറൊന്നും നോക്കാതെ ഒരു കോൺഗ്രസിൻ്റെ നാവ് രാജ്യസഭയിൽ പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു ആവശ്യം ഇന്ന് രാജ്യസഭയിലുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. പ്രണബ് കുമാർ മുഖർജി നാഗ്പൂർ RSS ആസ്ഥാനത്തെത്തി. ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രണബ് ആദരവർപ്പിച്ചു. ഹെഡ്ഗേവാർ ഭാരതമാതാവിന്റെ പുത്രനെന്ന് പ്രണബ് കുമാർ മുഖർജി സന്ദർശക ഡയറിയിൽ കുറിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഹരീഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഹരീഷ്, പ്രണബ് കുമാർ മുഖർജി ഇപ്പോൾ RSSന്റെ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, അല്പസമയത്തിനകം എന്തായാലും തന്നെ പ്രണബ് മുഖർജി സംസാരിക്കും, അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനാണ് ഇപ്പോൾ നാട് മുഴുവൻ, രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്നത്. അതിനാണ്. കാരണം അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയത്, കാരണം കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പല നേതാക്കളും പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരിപാടിയിൽ പങ്കെടുക്കും, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വെച്ച് പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം എന്ത് പറയും എന്നത് കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം തന്നെ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്: ടുഡേ ഐ കേം ഹിയർ ടു pay my respect and homage to a great son of the mother in India, KB ഹെഡ്ഗവാർ എന്നാണ് പറയുന്നത്. അതായത് RSS നേതാവായ ഹെഡ്ഗവാർ ഇന്ത്യയുടെ മഹാപുത്രനാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹെഡ്ഗവാറിന് ആദരവും ആന്തരാജ്യവും അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ഗവാറിന്റെ വസതിയും അദ്ദേഹം സന്ദർശിക്കും. അപ്പൊ ആ വസതിയിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയുള്ള വിസിറ്റിംഗ് ബുക്കിലാണ് അദ്ദേഹം, റിമാർക്കിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഹെഡ്ഗവാർ ഇന്ത്യയുടെ മഹാപുത്രനാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുൾ തന്നെ അദ്ദേഹം സംസാരിക്കും. ഇപ്പോഴും നാഗ്പൂരിൽ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്താണ് നടക്കുന്ന സംഘശിക്ഷാ വർഗ് പാസിംഗ് ഔട്ട് പരിപാടിയിലാണ് പ്രണബ് മുഖർജി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ രാഷ്ട്രപതിയുമായ പ്രണബ് കുമാർ മുഖർജി RSSന്റെ സ്ഥാപക നേതാവ് ഹെഡ്ഗേവാർ ഭാരതത്തിന്റെ മഹാനായ പുത്രനാണ് എന്ന് സന്ദർശക ഡയറിയിൽ കുറിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഹരീഷ് നൽകിയത്. റംസാൻ കാലമായാൽ പ്രാർത്ഥനയ്ക്കും മറ്റുമായി പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ പേർ എത്തുന്നത് പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിലാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ മസ്ജിദിൽ നിന്ന് ഇസ്ലാം മതക്കാർ മാത്രമല്ല മറ്റു മതത്തിലുള്ളവരും നോമ്പ് തുറയ്ക്കായി ഇവിടത്തെ കഞ്ഞി കൊണ്ടുപോകുന്നുവെന്നത് ഏറെ പ്രശംസനീയമാണ്.